ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിനീസ് കിച്ചൻ. ഇന്ന് നമ്മളൊരു ലഞ്ച് പ്രിപ്പറേഷൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ കുക്ക് ചെയ്യാനായിട്ട് ഗ്യാസ് സ്റ്റൗ ഇല്ല, പകരം ഹീറ്ററിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അരി കുക്കറിൽ വെച്ചിട്ടുണ്ട്. മട്ടേരിയാണ് വെച്ചിരിക്കുന്നത്. ഒറ്റ വിസിലിന് വേഗം, പക്ഷേ കുറച്ച് സമയം എടുക്കുമെന്നേ ഉള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ട പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു സവാളയും കുറച്ച് വെളുത്തുള്ളിയല്ലിയും ഒരു കഷ്ണം ഇഞ്ചി 2-3 പച്ചമുളക് ഇത്രയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിതുപോലെ ഒരു സവാളയൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി അല്ലി, 2-3 പച്ചമുളക്, ഒരു തക്കാളി ഇതുകൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചിക്കനും പച്ചക്കറികളും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ഹീറ്റർ ഓൺ ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുക് കൂടി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ കുക്കറിൽ ഒരു വിസിൽ വന്നു. നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം മാത്രം എത്തുന്നാൽ മതി. നമുക്ക് അപ്പോഴത്തേക്കും ബാക്കിയുള്ള ജോലികൾ ചെയ്യാം. അപ്പോൾ കുക്കറിൽ മട്ടേരി എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ആൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ കടുകൊക്കെ പൊട്ടി ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. അതിൽ കൂടെ കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. നമ്മൾ സാധാരണ സ്റ്റൗവിൽ വെക്കുന്നതോടെ ഇങ്ങനെ പെട്ടെന്ന് വയന്ന് കിട്ടത്തില്ല. ഇതൊന്ന് സ്ലോ ഫ്ലെയിമിലിരുന്ന് വേവുകയാണ് ചെയ്യുന്നത്. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ജോലികൾ ചെയ്യാം. അപ്പോൾ ഞാനൊരു മെഴുക്കുവരട്ടിക്ക് അരിയുകയാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങും കുറച്ച് ബീൻസും ഒരു ക്യാരറ്റും ഒരു 2 കോളിഫ്ലവറിൻ്റെ അല്ലിയും പിന്നെ ഒരു പീസ് ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ബീൻസൊക്കെ അരിയുമ്പോൾ ഇതുപോലെ ഒന്ന് നെടുകെ പിളർന്നതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുപോലെ ബാക്കിയുള്ള പച്ചക്കറി കൂടി നമുക്ക് അരിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മുടെ പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയൊരു പാൻ ചൂടാക്കി നമുക്കതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ ഇത് അടച്ചു വെച്ചാണ് വേവിക്കുന്നത്. അപ്പോൾ അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കറിയുടെ ബാക്കി പരിപാടികൾ നോക്കാം. ഇപ്പോൾ സവാള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി വീണ്ടും ഇത് അടച്ചു വെച്ച് തക്കാളി ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിനി ഈ സമയം നമ്മുടെ മെഴുക്കുവരട്ടി എന്തായാലും നോക്കാം. തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് ആവിയൊക്കെ വന്ന് ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്കിനി ഇത് കുറച്ച് നേരം തുറന്ന് വെച്ച് ഇതൊന്ന് മുരിച്ചെടുക്കാം. നമുക്കിനി തക്കാളി എന്തായാലും നോക്കാം. കണ്ടില്ലേ, തക്കാളിയൊക്കെ വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. വീണ്ടും ഇത് അടച്ച് വെച്ച് നമുക്ക് ഗ്രേവി നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അപ്പോൾ ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് മെഴുക്കുവരട്ടി എന്തായെന്ന് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റാവുന്നതാണ്. കണ്ടില്ലേ, നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ കൂടുതലായി. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്തതിന് ശേഷം ഇത് വീണ്ടും നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതിയാകും. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ്റെ കറി തയ്യാറാക്കാം. അപ്പോൾ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കിലോയോളം ചിക്കനാണ് എടുത്തേക്കുന്നത്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഗ്രേവി കുറവാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഹീറ്റർ ആയതുകൊണ്ട് കുറച്ച് സമയം എടുത്തത് വേകാനായിട്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ കുറച്ച് തേങ്ങാ ചമ്മന്തി തയ്യാറാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, അങ്ങനെ തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമുക്കിതൊന്ന് ഉരുട്ടിയെടുത്ത് വെക്കാം. അപ്പോൾ ഈ സമയം നമ്മുടെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരു ചരുവത്തിലേക്ക് മാറ്റി ഇതൊന്ന് ഊറ്റിയെടുക്കുകയാണ്. കുക്കറിൽ തന്നെ വെച്ച് വേണമെങ്കിൽ ഊറ്റാവുന്നതാണ്. പക്ഷേ എനിക്കിപ്പോൾ ഇതാണ് സൗകര്യമായിട്ട് തോന്നിയത്. അപ്പോൾ നമുക്കിനി ഈ അരി ഒന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ക്ലിപ്പിട്ടാണ് ഞങ്ങളിവിടെ അരി ഊറ്റുന്നത്. ഇനി നമുക്ക് ചിക്കൻ കറി എന്തായെന്ന് നോക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ കറി ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും ഇത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് സമയം എടുത്ത് ഇത് വേകാനായിട്ട്. കണ്ടില്ലേ, ഇപ്പം ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഹീറ്റർ ഓഫ് ചെയ്യാം. കണ്ടില്ലേ, അങ്ങനെ നമ്മുടെ ലഞ്ചൊക്കെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ മെഴുക്ക് വരട്ടി, ചിക്കൻ കറി, അതുപോലെ തേങ്ങാ ചമ്മന്തി, പിന്നെ ചോറ്, ചൂട് ചോറ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച്. കണ്ടില്ലേ, ഇതാണ് ഇന്നത്തെ ലഞ്ച്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് തൈര് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല്. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. താങ്ക്